ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പം ഇത് എൻ്റെ അടുത്ത എട്ടാമത്തെ എപ്പിസോഡ് എങ്ങാണ്ടാണ്. എട്ടാമത്തെ എപ്പിസോഡ്. അപ്പം ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാൻ ചുമ്മാ വന്ന് കയറിയപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ വന്നിരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ക്യാറ്റ് ഫാം ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ചെറിയ ചുമ്മാ രസത്തിന്. ബാക്കി ഞാൻ ഇത്രയും കൂടെ ചെയ്ത്, പിന്നെ ഇവിടെയും കൂടെ ഒരു വീറ്റ് ഫാം സെറ്റ് ചെയ്ത്, പിന്നെ ഇവിടെ മൊത്തം ബീട്രൂട്ടും സെറ്റ് ചെയ്ത്, പിന്നെ ഇത് നമ്മൾ ക്യാരറ്റോട് ആഡ് ചെയ്തായിരുന്നു. നല്ലതായിട്ട് എൻ്റെ ഫാം വർക്കായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ വീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പോർട്ടൽ ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തപ്പം എനിക്കൊരു റുണയുടെ പോർട്ടൽ കിട്ടി. അപ്പോൾ അവിടോട്ട് ഞാൻ എൻ്റെ പോർട്ടൽ മാറ്റിയപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് എൻ്റെ ഡയമണ്ട് ഇടുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ക്ലീൻസിനെ കിട്ടും. അതുപോലെ എനിക്കൊരു ഇതും കിട്ടിയായിരുന്നു, ഗോൾഡൻ ആർമർ, അൺബ്രേക്കിങ് ത്രോൺസ്. ഇത് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെ എൻ്റെ ഡയമണ്ടിനും കൊണ്ട് എനിക്ക് ആർമേഴ്സ് ഉണ്ടാക്കാനായിട്ട് ആണെങ്കിൽ അതിനുള്ള സാധനം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ബൂട്ട് ഉണ്ടാക്കാം, ഹെൽമെറ്റ്. പക്ഷെ ഇനി എനിക്ക് ഫുൾ സെറ്റ് ആർമർ സെറ്റ് ചെയ്യണം, അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഒരു മൈനിങ് ഇവിടെ ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് ഒരു ലൊക്കേഷൻ വെച്ച് മൈനിങ് ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ മൈനിങ്ങിന് പോകാൻ പോവാണ്. എൻ്റെ ഒരു അയൺ പിക്കാക്സ് കൂടെ പിന്നെ അവിടെ ഈ അയണിങ് കറ്റ് ഉണ്ടോ, ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ, റുണേൻ്റെ ബോട്ടിലോ. അപ്പോൾ ഇത് അയണാക്കാൻ പറ്റുമോ നമുക്ക്? രണ്ടായണെങ്കിൽ രണ്ടായൺ. ഓക്കെ, 19 ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ ഒരു സോഡുമായിട്ട് പോയാൽ മതി. അയൺ സോഡ് വേണ്ട, ഡയമണ്ടും വേണ്ട, ഇത് രണ്ടെണ്ണം മതി. പിന്നെ ഇത് പോട്ടെ, ഇത് പോട്ടെ, പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ, ഇത് പോട്ടെ. അയ്യോ, ഇതെല്ലാം ഞാൻ വേറെ വേറെ ആക്കി വെച്ച്. ഫുഡൊക്കെ ഇവിടെ കൊണ്ട് വെച്ചെന്തിനാ? ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. ടൂൾസ് ഉള്ളി അയൺ പിക്കാക്സ് മാത്രം കൊണ്ട് നടക്കത്തില്ല. അയൺ പിക്കാക്സ് പോരാ, കോപ്പർ പിക്കാക്സ് വേണം. അറിയാം, കോപ്പർ പിക്കാക്സ് കൊണ്ട് തികയോന്ന് ഡൗട്ടാ. പറഞ്ഞോണ്ടിരുന്നോട്ടെ. പിന്നെ നമ്മുടെ എഫിഷ്യൻസി ആഡ് ചെയ്ത അയൺ പിക്കാക്സും ഉണ്ട്, ഇതെടുത്ത് അവിടെ അങ്ങ് വെച്ചേക്കാം. ബാക്കി ഇതിനകത്ത് ബ്ലോക്സ് എല്ലാം വെച്ചേക്കാം. ഇത് പോട്ടെ, ഇതും പോട്ടെ. അത് നമ്മുടെ ഫുഡ് പിന്നുണ്ട്. സാധനങ്ങളും കൊണ്ട് പോകാം. അതിന് മുമ്പ് ഇവിടെ കിടന്ന് ഉറങ്ങാം, അതായിരിക്കും സേഫ്. ഓക്കെ, ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്യാരറ്റ് കഴിച്ചോണ്ട് പോകാം. കൃഷിയൊക്കെ വളർന്ന് പന്തളിച്ച് ഇത് ഞാൻ തന്നെ വെച്ചിട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാം. നേരെ താഴോട്ട് കുഴിച്ചങ്ങ് ഇറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിട്ട് ഇനി ഇവിടെ ഇതിൽ മറ്റേ അടുത്തല്ലായിരുന്നു എൻഷ്യൻ സിറ്റിയോ, മറ്റേ സാധനത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. എന്നെ പേടിപ്പെടുത്തിരുന്ന കഷ്ടമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ കേവി ഇറങ്ങിയാലും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. എല്ലാവരും കൂടെ എന്നെ കൊല്ലും. ഇപ്പോൾ കോള് കിട്ടുമായിരിക്കും ഇഷ്ടം പോലെ. അല്ലേ ഇതിനകത്ത് പറഞ്ഞാകത്തില്ല. ഇനി കോളെല്ലാം കുത്തിയിരുന്ന് മൈൻഡ് ചെയ്യണം. ഇത്രേ കോള് നമുക്ക് 19 കോള് കിട്ടിയിട്ടുണ്ട്, 5 എക്സ്പിയും കിട്ടിയിട്ടുണ്ട്. എക്സ്പി ഇനി ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും കോള്. അപ്പോൾ ഡയമണ്ടിനെ ആഗ്രഹിച്ചാണ് പോകുന്നത്. സൈഡിൽ ഇരിക്കുന്നത് നടുക്ക് തന്നെ വരേണ്ടതാണല്ലോ. എൻ്റെ ഒരു അയൺ കോപ്പർ പിക്കാക്സ് പോയിട്ടുണ്ട്. ബാക്കി കോപ്പർ പിക്കാക്സ് കൊണ്ട് ലാപ്പിസ് കസൂലിയോ. വേളി കോളു.
ആദ്യം നമുക്ക് കോള്. ഓ എനിക്ക് XP ആണ് വേണ്ടത്. അതെല്ലാം നമുക്ക് ആവശ്യത്തിന്. ഓ ലാപ്പിസ് ലസൂരി അല്ലേ കിടക്കുന്നേ? സംഭവം ഉണ്ടല്ലോ. ലാപ്പിസ് ലസൂരി ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ എൻചാൻഡിങ് XPയും കൂടെ ആക്കി കഴിഞ്ഞാൽ സെറ്റ് എൻചാൻഡിങ് ആക്കാൻ പറ്റും നമുക്ക്. ഇതെല്ലാം കൊണ്ടുപോയിട്ട് XP അയ്യോ ഇഷ്ടം പോലെ കൊള്ളാം. എനിക്ക് 2 ദിവസത്തേക്ക് കറി വയ്ക്കാനുള്ളതായിട്ടുണ്ട്. കോളൊക്കെ നമ്മൾ വൈൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാപ്പീസ് കൂടെ കൊണ്ടുപോവാം. ഇനിയില്ല ലാപ്പീസ്. ഓക്കെ ലാപ്പീസ് ഇനിയില്ല. താഴോട്ടങ്ങ് പോകാം. നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകുന്നു. മൈൻക്രാഫ്റ്റ് ദൈവങ്ങളെ പിന്നെ നല്ലൊരു ഡിസ്പ്ലേറ്റ് എത്തി. വെരി ഫിയർ ബൈ ദ മൈൻ. ഇത്ര സ്റ്റോൺ ഡിസ്പ്ലേറ്റ് എത്തി. ഇനി നമുക്ക് പതുക്കെ പോവാം. ഇവിടൊക്കെ എങ്ങനെ ഡേർട്ട് വന്നത്? നമ്മണ്ടല്ലേ കിടക്കുന്നേ. പക്ഷെ നല്ല സേഫ്റ്റിയോടെ നമുക്കിത് എടുക്കണം. കാരണം ഓ 1 2 1. ഓ മഴ. ഓ ഇത് മതി. ഇതുകൊണ്ടൊക്കെ പോവാം നമുക്ക് വീട്ടിൽ. ഓ റെഡ് സ്റ്റോൺ ഒക്കെ പിന്നെ ഒന്ന് എടുക്കാം. റെഡ് സ്റ്റോൺ കൊണ്ടുപോകാം നമുക്ക്. എഫിഷ്യൻസിയിൽ ഒക്കെ. ഓ വലിയ ഡയമണ്ട് ഉണ്ടായിരുന്നോ? ഓ ഓക്കെ ഇനി നമുക്ക് മഴയോട്ട് ചെല്ലാൻ. പക്ഷേ ലവറ്റകൾ അവിടെ കാണും. അതായത് നമുക്ക് ഇവിടെ തന്നെ കഴിച്ചു. മഴയോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഫ്രണ്ട്സ്. മേളിൽ ചെന്നിട്ട് ആര് കാണല്ലേ പ്ലീസ്. എല്ലാം പോവും. നമുക്ക് മേലോട്ട് പെട്ടെന്ന് ചെല്ലാം. 2 മണിക്കൂർ എടുക്കും. ഇനി അതിന് ഡയമണ്ട് ആർമർ അങ്ങോട്ട് ഇട്ടിട്ട് വേണം. ഓ ഡയമണ്ട് ടൂൾസ് ഒക്കെ നമുക്ക് പിന്നെ ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ എടുക്കാം. ടിപ്സ് പ്ലേറ്റ് കൊണ്ടൊക്കെ പോവാം. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ മേലെത്തി സുഹൃത്തുക്കളെ. നമുക്ക് അയ്യോ ആരും വരല്ലേ പ്ലീസ്. ഓ നമ്മുടെ കൃഷിയൊക്കെ സുഖമായിട്ട് ഇവിടെയൊക്കെ ആരണ്ട് പൊട്ടിയിട്ടുണ്ട് നേരത്തെ. ഓ നമ്മുടെ കൃഷിയൊക്കെ നല്ലതായിട്ട് കിളിച്ച് അടിപൊളിയായി. ഒരു രക്ഷയില്ല. നമ്മൾ 22 ഡയമണ്ട് ടോട്ടൽ 29 സെറ്റ് ആർമറൊക്കെ ആക്കിയേക്ക് ഇപ്പൊ തന്നെ. നമ്മൾ ഇനി കഴിച്ച് കൂട്ടണ്ട, വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ ഫസ്റ്റ് തന്നെ ഇതങ്ങോട്ട് സെറ്റ് ചെയ്യുക. അയ്യോ ഇതിന് ഒരുപാട് ഇത് പോയാലും കുഴപ്പമില്ലേ. ലെഗിൻസ് ഇനി 9 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഓ ഡയമണ്ട് ആർമർ. നമുക്ക് ഇങ്ങനെ ഇന്ന് അങ്ങോട്ട് ഇടാം. ആദ്യം എൻ്റെ അയൺ ആർമറൊക്കെ അടിച്ചു കളയട്ടെ. അയൺ ആർമർ അടിച്ചു. അവർ ഫസ്റ്റ് ഡയമണ്ട് ആർമർ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഇനി ലാപ്പിസ് ലസൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 45 ലാപ്പിസ് ലസൂലി. എൻ്റെ കുറെ കോള് 59 കോളുമായിട്ടുണ്ട്. എൻചാൻറ്റിക് ബുക്ക് എനിക്ക് XP 13 ഉണ്ട്. നമുക്ക് ഇപ്പം കിട്ടിയ ഇതും കൊണ്ട് എൻ്റെ ഡയമണ്ട് ഷവൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ ഡയമണ്ട് കൊണ്ട് നമുക്ക് വേറൊരു സംഭവം സെറ്റ് ചെയ്യാം. അതായത് എനിക്കിപ്പം എന്തോ ഇപ്പം മെയിനായിട്ട് വേണ്ടത് സ്റ്റിക്കും എടുക്കട്ടെ. സ്റ്റിക്ക് എവിടെ? സ്റ്റിക്കൊക്കെ എന്തേ? അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീട്ടിൽ പിക്കാക്സ് ഉണ്ടാക്കണോ? ഹെൽമെറ്റ് ഒക്കെ ഇനി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ആക്സ് ഉണ്ടാക്കാം. അത് നമുക്കില്ലാത്തത്.
ഇത് നമുക്ക് ഷവലോ ഒരു സോഡ്, ഇത് ഇത്രയാണ് ഇപ്പോൾ വെയിറ്റ്. ഓക്കെ, ഇനി ഇത് കൂടെ എൻചാൻറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് എൻചാൻറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടതാ. ലാപ്പിസ് അൺബ്രേക്കിംഗ്, സ്മിത്ത്, ഡാർക്ക്നെസ് മതി. ഓക്കെ, ഇതെല്ലാം നമുക്ക് നിരത്തി ഇവിടെ വയ്ക്കാം. എഫിഷ്യൻസി പിന്നെ ദേശോട് ഇത് രണ്ട് എന്താ അയണ്ട, ഇത് രണ്ടെണ്ണം മാത്രം. ഇത്രയും അൺബ്രേക്കിംഗ് ഇത്രേ ഉള്ളൂ. ഇനി ഈ അയൺ ആർമർ ഇതിനകത്ത് ഇരുന്നോട്ടെ, ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാം, വെക്കാനായിട്ട് സാധനം. ഇനിയിപ്പം നമ്മൾ ഈ ഡയമണ്ട് ആർമർ എന്തായാലും ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് കിടക്കുന്നില്ല, അതൊട്ട് സേഫ് അല്ല. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അത് തന്നെ ഇട്ടുകൊണ്ട് കിടക്കാം. നമുക്ക് എന്തെങ്കിലും യുദ്ധം കളങ്ങളിലേക്ക് പോകാൻ നേരത്ത് മാത്രം അതൊക്കെ ഇട്ടാൽ മതി. എന്നാൽ അതുവരെ നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാം. നെതറൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം നമ്മളങ്ങനെ. ഇനി ഒരു ലെവലൂടെ ഉള്ളൂ നമുക്ക്. അതിന് മുമ്പ് എൻ്റെ കൃഷിയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായാൽ നോക്കട്ടെ. ഏകദേശം സമയമൊക്കെ ആയി. എൻ്റെ ബീട്രൂട്ട് അടിപൊളി കൃഷിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ബീട്രൂട്ട് ഇനിയും കുറച്ചുകൂടെ കളിക്കാനുള്ളൂ. വീറ്റ് നല്ലതായിട്ട് കിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയായിട്ട് കളിക്കണം. നല്ലതായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ വെള്ളം ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കൊക്കെ. അയ്യോ, എന്ത് വരുന്നത്, അവിടെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്കിവിടെ വരുന്നത് ഇത് ഇവിടെ ഇരുന്നോട്ടെ. ബീട്രൂട്ടിൻ്റെ സീഡ് അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഓക്കെ, നമ്മൾ അത്ര ഹാർവസ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ, തെറ്റിപ്പോയി. ഓക്കെ, ബാക്കി എടുത്തവിടെ തന്നെ വയ്ക്കാം. വെച്ചിട്ട് അപ്പോൾ ഈ നമ്മൾ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നെതർ പോർട്ടലോട് കാണിക്കണമെങ്കിൽ ഞാൻ അങ്ങ് പോകണം. അതിപ്പം ഇച്ചിരി പണിയായിരിക്കും, അങ്ങ് പോകേണ്ടി വരും. ഞാനെന്തായാലും എൻ്റെ ഒരു ബൂട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാം, കാണിച്ചിട്ട് വരാം. അപ്പുറത്തെ കരയിൽ പോകണം. എൻ്റെ ബൂട്ട് ഇപ്പോഴേ പോകണോ? എന്നാൽ അവിടെ അങ്ങ് ചെല്ലാം നമുക്ക്. ഒക്കെ ഞാൻ വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ അവിടെ ഇവിടെ വില്ലേജൊക്കെ, പുതിയ വില്ലേജൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ ഭാഗത്തോട്ടാണ്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ്. അപ്പുറത്തെ സൈഡിലോട്ടാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്. അവിടെ വില്ലേജൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോക്കി. അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് കണ്ടത്. ഞാൻ തന്നെ കണ്ടുപിടിച്ച സീഡ്. പക്ഷെ എനിക്ക് ഹേബാലി ഉണ്ടോ? മറ്റേടത്ത് ആ കൊണ്ടൊന്നുമില്ല. ഇതൊക്കെ അടിച്ചോണ്ട് പോവാം. ഫസ്റ്റ് ഹേബാലി. വലിയ ഗുണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഇച്ചിരി ഇതൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് വേണ്ട സാധനം. ഓ ഇതൊക്കെ ഇഷ്ടം പോലെ. ഒരു അയൻകോല തോണ്ടിരിക്കുന്നു. അയൻകോലം സുഖമാണോ? അയൻകോലം നടക്കുന്ന സൗണ്ട് ഉണ്ടോ? കിണറൊക്കെ ഉണ്ട്. നമ്മുടെ വില്ലേജ് മണിയൊന്നുമില്ല, ഉണ്ടാ തോന്നാ. മണി അടിച്ചിട്ടുണ്ട്. ഈ വീട്ടിനകത്ത് ജസ്റ്റ് കാണൂല. എമറാൾഡ് സാമാനമൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടില്ലേ. 3 എമറാൾഡ് കിട്ടി നമുക്ക്. ഇതുവരെ മൈൻ ചെയ്ത് എമറാൾഡ് ഒന്നും കിട്ടിയില്ല. കായംകുളം കൊണ്ട് നമുക്ക് കറങ്ങിയടിച്ച് കിടക്കാം. ഇവിടെ വരെ ജസ്റ്റ് ഉണ്ടോ? സ്വിച്ചിങ് ടേബിൾ ഉണ്ട്. ഇതങ്ങ് കൊത്തിക്കൊണ്ടങ്ങ് പോയാലോ. ആവശ്യം വരും. ഇതുകൊണ്ട് കൊത്താൻ പറ്റുമോ? ഓക്കെ, അതെനിക്ക് മെയിനായിട്ട് വേണ്ടൊരു സാധനമായിരുന്നു. ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കാറുള്ളൂ. ചക്കിന് കിട്ടാണ്ട് ഇവിടെയും കുറച്ച് ഹേബാല ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തോണ്ട് പോവാം. ഈ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ഇത് സ്വിച്ചിങ് ടേബിൾ ഒരെണ്ണം മതി നമുക്ക്. ഇവൻ്റെ വീട്ടിലല്ലേ ഇപ്പോഴും നമ്മൾ വന്നതോ? നീ ഇരിപ്പുണ്ടോ? വേറെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം. ശരിയോ?
നമ്മൾ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി ഈ വില്ലേജ് വലിയ വലുതായിട്ടൊന്നും ഇല്ല. ഈ ഒരു വീട് നമ്മൾ കയറിയതല്ലേ. ഓക്കെ, കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങ് പോവാം. അയങ്കോലൊക്കെ നമ്മൾ കൊല്ലാൻ നിൽക്കുന്നില്ല. എൻ്റെ സ്ഥലം കാണിക്കാൻ വന്ന് ഞാൻ പുതിയ വില്ലേജ് കണ്ടുപിടിച്ചു. വില്ലേജർ സുഖമാണോ? ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, പോർട്ടല്. ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു ഷൂ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലാം. എൻ്റെ കുറച്ച് സാധനം ഞാൻ എടുത്തുള്ള ലാവയുണ്ട്. മാക്സിമം റാബിറ്റ്. ഇവിടൊക്കെ ലാവയാണോ? അതെ, ഈ ഭാഗത്ത് ഇതെടുത്തോണ്ട് നമുക്ക് എന്തായാലും വന്നതല്ലേ, ഇത് ആവശ്യം വരും. ഇതാണ് നെതർ. അടിയിലൊക്കെ ഇതോടെ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ആർമർ സെറ്റുമായിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുത്തുള്ളേ, ഉള്ളത് പറയാലോ. ഈ ചെസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്താൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ. എന്നാ സൗണ്ടാ ഇവിടെ. ഞങ്ങൾക്ക് തിരിച്ചു പോവാം. ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒബിന സ്പോട്ടിൽ പ്രയോഗിക്കാൻ പോവാണ്. എനിക്ക് തോട്ടം ഓഫ് അൺഡൈയിങ് ഇപ്പം മെയിനായിട്ടും വേണ്ടി വരും. കാരണം ഇവിടെ മയില് പോയി കഴിഞ്ഞാൽ മൊത്തം എൻസിൻ സെറ്റ് ചെയ്യാം. അപ്പോൾ അവന്മാരെ കിട്ടാതെ നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഡയമണ്ട് ആർമർ ഇടുന്നില്ല ഇപ്പം. എനിക്കൊരു ഷീൽഡ് ഉണ്ടാക്കി എടുക്കണം. അത് ഓഫ് ഫ്ലെക്സ് സംഭവമുണ്ട്. ഷീൽഡും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇനി നമുക്ക് സാധനമൊക്കെ തിരിച്ചെന്ന് വെച്ചേക്കാം. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് ഇരുന്നോട്ടെ. നമ്മുടെ ടൂൾസിനകത്ത് ഈ അയൺ ആദ്യം ഇങ്ങോട്ട് വരും. നമുക്ക് ഇതെടുത്ത് ഇവിടെ വെക്കട്ടെ. ഓക്കെ, ഫുഡ് ഈ ബൂട്ട്, എൻ്റെ ബൂട്ട് എന്ത് ഇട്ടേക്കാം. ഇനി ആയിരിക്കും നല്ലത്. ബോ തിരിച്ചു വെച്ചേക്കാം. ബോ വേണ്ട, ഇത് എവിടുന്നോട്ടെ. മതി. ഫുഡ് ഇനിയിപ്പോൾ തറക്കാൻ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഓക്കെ, ഇപ്പോഴേ ഇല്ല, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ന്യായം പോലെ നോക്കിക്കോളൂ, നമുക്കൊന്നും ചെയ്യണ്ട. അങ്ങനെ എനിക്ക് തോന്നുന്നേ നല്ലത്. അങ്ങനെ എനിക്ക് ജയിക്കാൻ പറ്റിയപ്പോളോ അയങ്കോലൊക്കെ ഒരു വയ്യാതിരിക്കുക. അല്ലേ അടുത്ത എപ്പിസോഡ് ചെയ്താലോ? വേണ്ട, നമുക്കിപ്പോൾ തന്നെ ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ കണ്ടന്റ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഇച്ചിരി ഹൈറ്റ് വെക്കട്ടെ സേഫ്റ്റിക്ക്. ഓക്കെ, കുടിക്കാൻ പോകണമല്ലോ, ഇച്ചിരി ഹൈറ്റ് വേണം. ഓക്കെ, ഇനിയിപ്പോൾ അവന്മാർ വരും. അവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എന്തോ നടക്കാൻ പോകുന്നത്. അതുവരെ നമുക്കുള്ള കവചം സെറ്റ് ചെയ്യാം. അല്ലേ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം അവന്മാർ ഇങ്ങോട്ട് വരും. ഞാൻ കുടിച്ചെന്നറിയുമ്പോഴേ അവന്മാർ ഇങ്ങോട്ട് റെഡിയായി വരും. ചാവത്തില്ലടാ, ആളവനെത്തിടാ മക്കളെ. റെയ്ഡ് വന്ന് അവന്മാരിവിടെ അവിടെ മണി അടിക്കാൻ പോയിട്ടുണ്ട്. ആളവനെത്തി. മണി അടിച്ചു തുടങ്ങി. അവന്റെ സൗണ്ട് കേൾക്കുന്നു. അവന് പീപ്പി വന്നു. പീപ്പി ഏടാ നിങ്ങള്. ടാറ്റാ ടാറ്റാ. അമ്മമാർ ഇതോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുവാണ് ഇവിടെ ഇന്നത്തെ എപ്പിസോഡ്. ഇവന്മാരെ ഏതൊക്കെ കണ്ടിട്ട് നിർത്തട. അതുകൊണ്ട് വരുന്നത് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അവന്റെ പടയാളികളെല്ലാം വരുന്നുണ്ട്.
അയൻകൊലവേ പോടാ. കണ്ടോട്ടിക്കാൻ രസപ്പെട്ട് നമ്മള് വള്ളി പിടിച്ചു കൊടുത്തേക്കുന്നേ. പോടാ വേണ്ടി. അവൻ തീർത്ത്. അവന്റെ അടുത്ത് അവന്റെ സ്പോട്ടിലുണ്ടോ? ഇല്ല. ഓ അയൻകൊല സീനെ നമുക്ക് ഇവിടെ നിന്ന് കാഴ്ച കാണാം. അതായിരിക്കും നല്ല രസമായിരിക്കും. ഓ അവന്റെ ഒരു ബോട്ടിലോടെ അവിടെ കിടക്കുക. നമുക്കത് പോയി എടുത്താലോ? അവന്റെ വെള്ളം എന്തേ? വെള്ളവും എടുത്തില്ല. ഇതൊക്കെ താഴോട്ടങ്ങ് പോവാ. ഓ ആമാരെന്ത് ചെയ്യാനാ? താഴോട്ട് പോവാ. അയൻകോലുള്ളപ്പോ നമ്മളെന്തിനാ ഈ പേടിക്കുന്നേ? ഇല്ലേ അയൻകോലൻ സാർ? സാർ ഉള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. സാറിന് ഓ ബാനർ കിട്ടി. നമുക്ക് ഈ അവന്മാര് പോയോ? വരുന്നില്ലടാ അവന്മാര്. പോയടായേ മൊണ്ണ. ഒന്നും വന്നില്ല. ഒരു ബോട്ടിലൂടെ കിട്ടണ്ടല്ലായിരുന്നോ? ഒന്നും കിട്ടിയില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് എന്നിട്ട് വീഡിയോ അതിൻ്റെ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പില്ലേഴ്സിൻ്റെ രംഗമായിട്ട് വരും. സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.